അതെ, നമുക്ക് നമ്മുടെ നാട് അത് ഭയങ്കര വികാരമാണെന്നല്ലേ. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെയൊക്കെ പോയിട്ട് കുറേ ആയിട്ടാ. അപ്പോൾ വീട്ടിലേക്ക് നിൽക്കാൻ വന്നിട്ട് തന്നെ കുറേ കാലമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നാൽ മാത്രമല്ല ഇതൊന്നും കാണാൻ പറ്റൂ. അങ്ങനെ വൈകുന്നേരം ആയ സമയത്ത് ഞാനും അമ്മയും ഏട്ടത്തിയും ചാച്ചൂട്ടിനെയും കൂട്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഫുള്ള് കാട് കയറിയിട്ടുണ്ട് കേട്ടോ. കാരണം ആരും അങ്ങനെ നടന്നിട്ടൊന്നും പോകുന്നില്ലല്ലോ. കല്യാണത്തിന് ശേഷം ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ലബ്ബാണ് കേട്ടോ. നല്ല രസമാണ് വൈകുന്നേരം ലേഡി ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചുറ്റും ഇങ്ങനെ നല്ല വെള്ളവും വയലും ഒക്കെ ആയിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലൊരു അണക്കെട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ നാട്ടിലും എന്താ പറയുന്നത് അറിയില്ല, നമ്മളങ്ങനെയാണ് പറയുന്നത്. നല്ല മഴയൊക്കെ പെയ്താൽ ഇത് ഫുള്ള് നിറഞ്ഞൊഴുകും കേട്ടോ. ഇപ്പം കുറച്ച് വെള്ളമൊക്കെ കുറവാണ്. അങ്ങനെ ചച്ചൂട്ടിന് ഇതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് കൂട്ടിയിട്ടുണ്ടായത്. അങ്ങനെ വെറുതെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് നല്ല രസമായിരുന്നു. ആ വയലിൻ്റെ അടുത്തുള്ള കാറ്റും ആ വെള്ളവും അവിടെയുള്ള പൂക്കളും അതൊക്കെ ആയിട്ട് എന്ത് രസമായിരുന്നു അറിയാം. അവിടെ പണ്ട് ഓണമൊക്കെ ആയാലും നമ്മളിങ്ങനെ പൂവൊക്കെ പറിക്കാൻ വരും കേട്ടോ. കുറേ ആൾക്കാർ കൂടിയിട്ട് ഇങ്ങനെ വന്ന് പൂവൊക്കെ പറിക്കലുണ്ട്. ഇപ്പോൾ ഇതിനൊന്നും ആർക്കും വേണ്ടാന്ന് തോന്നും. പക്ഷെ നമ്മളന്ന് കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പിറ്റേ ദിവസം അത്തം തുടങ്ങുന്നതുകൊണ്ട് കുറച്ച് പൂവൊക്കെ പറിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് നേരെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് വെറുതെ അവിടെയൊക്കെ പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് പോയതാണ് കേട്ടോ. പണ്ട് നമ്മൾ കളിച്ച് നടന്ന സ്ഥലത്തേക്കൂടെയൊക്കെ ഒന്ന് കൂട്ടിയിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇവനെ കൂട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.